me, Deepa Espanikar, here inside my house. Now the time is 7:58. 7:58. And today's date is 20th March. I'm here inside my house. Here I am watering the plants. ആരാണ്ട് എൻ്റെ തലയിലോട്ട് ഇങ്ങനെ ലേസർ അടിക്കുകയാണ്. ഞാനിങ്ങനെ പടിഞ്ഞാട്ട് പോയപ്പോൾ സ്വാമി ഇങ്ങനെ ഫോണിലിങ്ങനെ നിൽക്കുവാണ്. ഫോണാണ് സ്വാമി എപ്പോഴും ഫോൺ കൈ വെച്ച് നിൽപ്പാ ജോലി. മോഹൻ സിംഗും അവരൊക്കെയാണ് സ്വാമിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. മോഹൻ സിംഗ് വേറെ നിർദ്ദേശമാണ്. മോഹൻ സിംഗ്, കിഴക്കേലെ അമ്മമാർ, പിന്നെ പ്രീത എസ് പണിക്കർ, ബിജു പി, ഇങ്ങനെയൊക്കെയുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വാമി ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഞാനും എൻ്റെ അമ്മയോട് എൻ്റെ അമ്മയോട് നിൽക്കുന്നു. ഓക്കെ, 20th മാർച്ച്. കുറേ എണ്ണം കൊണ്ട് വേറെ പണിയൊന്നുമില്ല. നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ജോലിയാണ്. ഇത് ആരാണ്? അത് ഭയങ്കര കുറ്റമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ക്രിമിനൽ കുറ്റമാണ്. ഫോളോ ചെയ്യുന്നത് ഇതൊക്കെ പല പല പരിപാടികൾ ഇവന്മാർക്കുണ്ട്. ഫോളോ ചെയ്ത് ഇതെല്ലാം കുറ്റമാണ്, ക്രിമിനൽ കുറ്റമാണ്. ഇവന്മാരാരാ ഇതൊക്കെ ചെയ്യാൻ? മറ്റുള്ളവരെ ഫോളോ ചെയ്യുക. അപ്പം ഗൂഢമായ ഉദ്ദേശത്തോടെയാണ് ഇവന്മാരിത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ നേരെയുള്ള ഉദ്ദേശമൊന്നുമല്ല. ഗൂഢമായ ഉദ്ദേശത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. മറ്റുള്ളവരെ വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതും ഇതുമൊക്കെ ചെയ്ത് കാശ് ഉണ്ടാക്കാനായിട്ടുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവനൊക്കെ എന്തിനാണ് നമ്മളെ വാച്ച് ചെയ്യേണ്ട കാര്യം? ഇവനൊക്കെ ആരാ നമ്മളെ വാച്ച് ചെയ്യാൻ? അവൻ എപ്പോഴും ഇടുന്നുണ്ട്. എൻ്റെ വീടാണ് ഇടുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം. റോഡിൽ പോവുകയാണെങ്കിൽ അവിടെ ഇടും. റോഡിൽ പോയി വന്നു, തിരിച്ചു വന്നു. പിന്നെന്തോ ഇതിനകത്ത് കൂടുതലൊന്നും ഇല്ല ഇടുന്നത്. ഇതിൽ കൂടുതലൊന്നും ഇടാനില്ല. പിന്നെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് ഇവിടോട്ടൊന്നും അല്ല വരുന്നത്. ഇവനെ ഇവിടെ ഒന്നും കയറ്റത്തുമില്ല. അവൻ സൽപ്പകവല്ലി എന്ന് പറയുന്ന അവളുടെ വീട്ടിലാണ് വന്ന് കയറിയേക്കുന്നത്, മലപ്പുറത്തു നിന്ന്. അവൻ അവിടെ ഭരിച്ചാൽ മതി. ഇവിടോട്ട് കയറി ഭരിക്കാനൊന്നും അവൻ വരണ്ട. ഇവിടുത്തെ ആരുമൊന്നുമല്ല അവനെ ഒന്നും ഇവിടെ ആക്കാൻ. എൻ്റെ കാര്യം നോക്കിയാൽ മതി. അയലത്തെ പെണ്ണുങ്ങളുടെയൊക്കെ കാര്യം നോക്കാൻ ഇവിടെ ആരാ? ഇവന്മാരൊക്കെ ആരാ അയലത്തെ പെണ്ണുങ്ങളുടെയൊക്കെ കാര്യം നോക്കാൻ? വേറെ വല്ലതും തന്നെ അടി എപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അടി പാഴ്സൽ എപ്പം കിട്ടിയെന്ന് ചോദിച്ചാൽ മതി.